മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഒഴിവാക്കേണ്ട പ്രവണതയായി മാറിയിരിക്കുകയാണ് മക്കൾ രാഷ്ട്രീയം. പാർട്ടി ഭേദമില്ലാതെ പല നേതാക്കളും തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ തങ്ങളുടെ മക്കളെ സ്ഥാനാർത്ഥികളാക്കുവാൻ നിർബന്ധം പിടിക്കുന്നത്, തങ്ങളുടെ മക്കളിലേക്ക് വിരൽ ചൂണ്ടുന്നത് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയോ ജനാധിപത്യത്തിലുള്ള വിശ്വാസമോ മൂലമല്ല, മറിച്ച് അവരുടെ വ്യക്തിപരവും സ്വാർത്ഥവുമായ ലാഭേച്ഛകൾക്ക് വേണ്ടിയാണ്. എന്നാൽ സ്വാർത്ഥതയും ലാഭേച്ഛയും ഒന്നുമില്ലാതെ സ്വയം ചെറുതായിക്കൊണ്ട് ഇല്ലാതായിക്കൊണ്ട് സത്യമാകുന്ന ഈശോയിലേക്ക് വിരൽ ചൂണ്ടുന്ന, ഈശോയ്ക്ക് വേണ്ടി സന്തോഷപൂർവ്വം വഴിമാറി കൊടുക്കുന്ന സ്നാപക യോഹന്നാനാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള ഇന്നത്തെ ഒന്നാം വായനയിൽ ഫറവോയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി വലിയ ദൈവാനുഭവത്തോടെ മുൻപോട്ട് നീങ്ങുന്ന ഇസ്രായേൽ സമൂഹം, എന്നാൽ മരുഭൂമിയിലൂടെയുള്ള 3 ദിവസത്തെ യാത്ര ചെയ്ത് എവിടെയും വെള്ളം ലഭിക്കാതെ വരുമ്പോൾ തങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിയുവാനാകാതെ പിറുപിറുക്കുകയാണ്. അവസാനം മാറായിലെ കയ്പുള്ള വെള്ളത്തെ ദൈവം മോശയിലൂടെ മധുരമുള്ളതാക്കി നൽകിക്കൊണ്ട് ഇസ്രായേലിന് മുൻപോട്ടേക്കുള്ള ദൈവിക പദ്ധതി വ്യക്തവും കൃത്യവുമായി അനാവരണം ചെയ്തു നൽകുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേലിന് മുൻപോട്ടേക്കുള്ള ജീവിത വഴികൾക്ക് മോശ ഒരു ചൂണ്ട് പലകയായി മാറുന്നു. സൃഷ്ടിക്കുന്നവനും രക്ഷിക്കുന്നവനുമാണ് കർത്താവെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യേശയ്യ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള ഇന്നത്തെ 2ാം വായന. നാശത്തിലും തകർച്ചയിലുമാണ് യൂദായെങ്കിലും അവിടുത്തെ വാഗ്ദാനം ഈ തകർച്ചയിൽ നിന്നെല്ലാം യൂദായും ഇസ്രായേലും പുനരുദ്ധരിക്കപ്പെടും എന്നുള്ളതാണ്. ജെറുസലേം ദേവാലയത്തിന്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കപ്പെടും എന്നുകൂടി ഈ വചനഭാഗം പറഞ്ഞു വെക്കുമ്പോൾ, തകർച്ചയിലും തളർച്ചയിലുമാണ് ഇസ്രായേലെങ്കിലും ദൈവത്തിന് അവരെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായൊരു ഹിതമുണ്ട് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ദൈവിക പദ്ധതിയുടെയും പൂർത്തീകരണമായ ഈശോയിലേക്കുള്ള ചൂണ്ട് വിരലായി മാറുന്ന സ്നാപക യോഹന്നാനാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത്. തൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ സമൂഹത്തിലെ അനേകരെ തൻ്റെ പ്രസംഗം കൊണ്ടും ജീവിത ശൈലി കൊണ്ടും ആകർഷിച്ചപ്പോഴും പ്രശസ്തനായപ്പോഴും യോഹന്നാൻ ദൈവിക പദ്ധതിയെ മറക്കുന്നില്ല. മറിച്ച് ദൈവിക പദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് ഈശോയിലേക്ക് വിരൽ ചൂണ്ടുന്ന, അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ചൂണ്ട് പലകയായി മാറുന്ന സ്നാപക യോഹന്നാൻ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഒരു വലിയ മാതൃകയും ഓർമ്മപ്പെടുത്തലുമായി മാറുന്നു. ക്രിസ്തുവിനെ പ്രഘോഷിച്ച് പലരും സമ്പത്തിലും പ്രശസ്തിയുടെ ഉന്നതിയിലും വിരാജിച്ച് അഭിനവ ക്രിസ്തുമാരായി മാറുന്ന ഈ കാലഘട്ടത്തിലും ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന ചൂണ്ട് പലകകളാകുവാനാണ് നമ്മുടെ വിളി എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്നവരെയെങ്കിലും ക്രിസ്തുവിലേക്കും ക്രൈസ്തവ മൂല്യങ്ങളിലേക്കും എനിക്ക് നയിക്കുവാനാകുന്നുണ്ടോ എന്ന വലിയ ചോദ്യവും. തന്നെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയുവാനായി എന്നുള്ളതാണ് ഈശോയ്ക്ക് വേണ്ടി സ്വയം ചെറുതായ യോഹന്നാന്റെ വലിപ്പം. എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു, കുനിഞ്ഞവന്റെ ചെരുപ്പിന്റെ വള്ളികൾ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 7-ാം വചനത്തിൽ യോഹന്നാന്റെ വാക്കുകളിൽ നിഴലിക്കുക എളിമയും താൻ ആരാണെന്ന കൃത്യവും വ്യക്തവുമായ ബോധ്യവും തൻ്റെ പരിമിതികളെക്കുറിച്ചുള്ള വ്യക്തവും കൃത്യവുമായ ധാരണയുമാണ്. മനുഷ്യൻ എന്ന നിലയിലുള്ള തൻ്റെ പരിമിതികളെയും കുറവുകളെയും പോരായ്മകളെയും എളിമയോടെ തിരിച്ചറിയുന്നവനെ ദൈവത്തിൽ ആശ്രയിക്കാനാവൂ, ദൈവത്തെ വിശ്വസിക്കാനാവൂ. ഇപ്രകാരമുള്ള ആഴമായ ദൈവാശ്രയ ബോധമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം വചനത്തിൽ ശതാധിപൻ പറയുന്നു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഇപ്രകാരം ഹൃദയത്തിൽ എളിമ പുലർത്തുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതമാണോ എൻ്റേത്? എൻ്റെ പരിമിതികളെയും കുറവുകളെയും തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുവാൻ എനിക്കാവുന്നുണ്ടോ? യേശുവിൽ പൂർണ്ണതയിലെത്തുന്ന ദൈവിക പദ്ധതിയുടെ വെളിപ്പെടുത്തലാണ് കർത്താവിൻ്റെ മാമോദിസ വേളയിൽ മുഴങ്ങിക്കേട്ട നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്വർഗീയ വെളിപ്പെടുത്തൽ. തുറക്കപ്പെട്ട സ്വർഗവും
ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്നതും ദൈവിക പദ്ധതിയുടെ പുതിയ കാലഘട്ടത്തെ സൂചിപ്പിക്കുമ്പോൾ, യേശുവിൽ ആരംഭിച്ച ഈ പുതിയ കാലഘട്ടം അവസാനിക്കുന്ന ഒന്നല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് മാമോദിസായിലെ പരിശുദ്ധാത്മാവിന്റെ സ്വീകരണം വഴി സഭയിൽ ഇന്നും ഈ പുതിയ കാലഘട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങി വന്നതുപോലെ ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മാവ് വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിളിയും ദൈവത്തിന്റെ പ്രിയപ്പെട്ട പുത്രനും പുത്രിയുമൊക്കെ ആയിത്തീരുവാനാണ്. ദൈവമക്കൾക്ക് ഉചിതമായ ഒരു ജീവിതമാണോ ഞാൻ ഇന്ന് നയിക്കുന്നത് എന്ന വ്യക്തിപരമായ നമ്മുടെ വിചിന്തനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു വിഷയമായിരിക്കട്ടെ. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ആയിരുന്നപ്പോഴും ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഫറവോയുടെ സൈന്യത്തെ തോൽപ്പിച്ച് ചെങ്കടൽ കടന്നതിന് ശേഷവും മരുഭൂമി യാത്രയിൽ 3 ദിവസത്തോളം വെള്ളമില്ലാതെ നടന്നു നീങ്ങിയപ്പോഴും ജനം പിറുപിറുത്തപ്പോഴും ഒരു ദൈവിക പദ്ധതി അവിടെയുണ്ട്. ഇസ്രായേൽ ചരിത്രത്തിലൂടെ കടന്നുപോയ തകർച്ചയുടെയും തളർച്ചയുടെയും നാളുകളിലും പുനരുദ്ധാനത്തിലേക്ക് വിളിച്ചുമേശുന്ന ദൈവിക പദ്ധതിയെ നാം കാണുന്നു, തിരിച്ചറിയുന്നു. ഈശോയുടെ മാമോദിസ വേളയിൽ പിതാവിന് പുത്രനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി പരിശുദ്ധാത്മാവ് വഴി വെളിപ്പെടുത്തപ്പെടുന്നു. മാമോദിസയിലൂടെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളുമായി തീർന്ന എന്നെക്കുറിച്ചും ഒരു ദൈവിക പദ്ധതിയുണ്ട്. അത് തിരിച്ചറിയുന്നതും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതുമാകട്ടെ എൻ്റെ ജീവിതം. ആമേൻ.